വണ്ടിപ്പെരിയാർ 62-ാം മൈലിൽ വീണ്ടും കാട്ടാന ആക്രമണം. സരസിൽ വീട്ടിൽ ശങ്കരൻ മീനാക്ഷി ദമ്പതികളുടെ 1 ഏക്കറോളം വരുന്ന ഏലം കൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. രാത്രിയിൽ വീടിനുള്ളിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വണ്ടിപ്പെരിയാർ 62-ാം മൈൽ സ്വകാര്യ ഏലത്തോട്ടത്തിലെ ഏലകൃഷി കാട്ടാനക്കൂട്ടമെത്തി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി 62-ാം മൈൽ സരസിൽ വീട്ടിൽ ശങ്കരൻ മീനാക്ഷി ദമ്പതികളുടെ 1 ഏക്കറോളം വരുന്ന ഏലകൃഷിയാണ് കാട്ടാനക്കൂട്ടമെത്തി നശിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം വീടിന്റെ മുറ്റത്ത് വരെ നിന്നിരുന്ന വാഴയും കാട്ടാന നശിപ്പിച്ചു. ഭീതിയോടെ വീടിനുള്ളിൽ കഴിയേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും മീനാക്ഷി പറയുന്നു. പെട്ടെന്ന് പടപടാന്ന് ഭയങ്കര സൗണ്ട് കേട്ടു. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി പോയി. വരാന്തയിൽ ഇറങ്ങി നിന്ന് നോക്കുമ്പോഴത്തെ 3 ആന ഇവിടെ നിൽക്കുക. എന്നിട്ട് ഇതെല്ലാം പറിച്ചിട്ട് ഈ ഗേറ്റ് പിടിച്ച് അങ്ങോട്ട് വീട്ടിലേക്ക് വരാനായിട്ട് തുടങ്ങുമായിരുന്നു. ഞാൻ പെട്ടെന്ന് കഥ കടച്ച് പുള്ളിയെ വിളിച്ചു. ഞങ്ങൾ ഇവിടെ വന്ന് പുറത്ത് ലൈറ്റ് ഇല്ലല്ലോ, അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കിന് ഈ 3 എണ്ണം ഇവിടെ നിന്ന് വീട്ടിലേക്ക് വരാനായിട്ട് ഇറങ്ങി വരുക. അപ്പം ഞാൻ പെട്ടെന്ന് കഥ കടച്ചിട്ട് ഞങ്ങൾ അകത്ത് കയറി മിണ്ടാതിരുന്നു. ഒരു 2 മണിക്കൂർ ഇവിടെ നിന്ന് നാശനഷ്ടങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതുങ്ങൾ പോയി. ഇത് 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യമാണ്. എത്രയോ ഏലം, നമ്മുടെ ഏലവും വേലി പേടിച്ചിട്ട് നമ്മൾക്ക് ഇവിടെ കിടന്നുറങ്ങണ്ട. എത്രയോ പ്രാവശ്യം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു. ഇവിടെ മേലിലായാലും എന്തെല്ലാം നാശനഷ്ടങ്ങൾ ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കാട്ടാന സ്ഥിരമായി ഇവിടെ എത്തുകയും ഏലം, വാഴ, തെങ്ങ് തുടങ്ങിയ കൃഷിദേഹങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പോളിടെക്നിക് കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരെ കാട്ടാനക്കൂട്ടം എത്തിയതോടെ ഇവിടേക്ക് കുട്ടികൾ പഠനത്തിനായി വരാൻ മടിക്കുന്നതായും ശങ്കരൻ പിള്ള പറഞ്ഞു. ആനയിറക്കം എന്ന് പറയുന്നത് അപ്പോൾ കഴിവുള്ളിടത്തോളം നമ്മൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചാണ്. 1 ഏക്കർ സ്ഥലത്തോളം ഇപ്പം മോൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ഉണ്ടല്ലോ, 1 ഏക്കർ സ്ഥലത്തോളം പോയി. ആകപ്പാടെ ഇത്രയും സ്ഥലമുണ്ട്, അത് മൊത്തം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ട്. അതുപോലെ തന്നെ ഈ പോളിടെക്നിക്കിൽ പിള്ളേർ വരാൻ പോലും അവർ പാടുപെടുന്നു. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും വരുന്നു പോകുന്നു, പക്ഷേ അതിനൊരു തീരുമാനവും ആകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പരാതി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായി, വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല. അപ്പോൾ ഇന്നലെ 10:20 ആയപ്പോൾ ഇവിടെ ആന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും എൻ്റെ ഭാര്യയുള്ളവർക്ക് വയ്യാതിരിക്കുകയാണ്. അപ്പോൾ അതല്ലേ പറഞ്ഞല്ലേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിൽ നമുക്ക് കഴിയുന്നില്ല. ഇതേസമയം കാട്ടാന കഴിഞ്ഞ ആഴ്ചയിൽ ഈപ്പച്ചൻ എന്നയാളുടെ കൃഷിയിടത്തിലെത്തുകയും ഏലം കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു നോക്കി പോകുന്നതല്ലാതെ ശാശ്വത പരിഹാരം ഒന്നിനും ആകുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്ത പക്ഷം മുഴുവൻ കർഷകരും ഒത്തുചേർന്നുകൊണ്ട് സമര പരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.